ഗർഭിണിയായ വിവരം വിക്രത്തിൽ നിന്നും മറച്ചു പിടിച്ച് വേദ. അങ്ങനെ വിക്രത്തിൻ്റെയും വേദയുടെയും അങ്ങനെ വേർപിരിയലാണ് നമുക്ക് പവിത്രത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വേദ തന്നെ താൻ അമ്മയാണെന്നറിയുന്നത് വിക്രത്തെ പോലീസ് പിടിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാണ് ആശുപത്രിയിലെ ഡോക്ടർ വേദയോട് ഈ സത്യം വെളിപ്പെടുത്തുന്നത്. വേദ, നിങ്ങളൊരു അമ്മയാവാനായിട്ട് പോവുകയാണ്, നിങ്ങളൊരു ഗർഭിണിയാണ് എന്ന്. ആ സന്തോഷം പറയാനായിട്ട് തൻ്റെ കൂടെ തൻ്റെ ഭർത്താവില്ലാത്ത ദുഃഖം നമ്മുടെ വേദ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്. ആ സമയത്ത് വേദ നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കരയുന്നൊരു കാഴ്ചയാണ് പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. വേദയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൊട്ടിക്കരയുന്നുണ്ട്. ഇതിനിടയിലാണ് വിക്രത്തെ കോടതിയിൽ ഹാജരാക്കാനായിട്ട് പോവുകയാണ് എന്ന് സേതു അന്വേഷിച്ച് കണ്ടെത്തുന്നത്. അങ്ങനെയിരിക്കെ നമ്മുടെ വേദയുടെ അടുത്ത് ഈ കാര്യം സേതു എന്ന് പറയുന്നുണ്ട്. അത് കേട്ട വേദയ്ക്കാണെങ്കിൽ സേതുവിൻ്റെ കൂടെ വിക്രത്തെ കാണാൻ പോകണമെന്ന അതിയായ ആഗ്രഹമുണ്ടെന്ന് കാണാം. എന്നാൽ വിക്രം തന്നെ കാണണ്ട എന്ന് വേദ വയ്ക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ കോടതി വളപ്പിലേക്ക് വേദ മുഖം മറിച്ചാണ് എത്തുന്നതെന്ന് കാണാം. വിക്രം കോടതിക്കുള്ളിലൊക്കെ കയറുമ്പോൾ വേദ സൈഡിൽ നിന്ന് മറഞ്ഞു നിന്ന് കാണുന്നുണ്ട് എന്ന് കാണാം. താൻ അമ്മയാണെന്ന വിവരം വിക്രത്തോട് പറയാനായിട്ട് വേദ ശ്രമിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീയേട്ടൻ, അതായത് ശ്രീകാന്ത് എന്തായാലും അറിയും. പിന്നെ തൻ്റെ പുറകിൽ വരും, തൻ്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കും. അതായിരിക്കാം മിക്കവാറും വിക്രത്തോട് പറയാതിരിക്കുന്നത്. വിക്രത്തോട് പറയുകയാണെങ്കിൽ ആരെങ്കിലും കേട്ടാൽ അത് മതി, തൻ്റെയും തൻ്റെ കുഞ്ഞിൻ്റെയും കാര്യത്തിൽ തീരുമാനമാകും. തൻ്റെ കുഞ്ഞിന് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതൊക്കെ തിരിച്ചു പിടിച്ചു കൊടുക്കേണ്ടത് തൻ്റെ ചുമതലയാണെന്ന് വേദ ഉറച്ച് വിശ്വസിക്കുന്നൊരു കാഴ്ചയാണ് പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വേദ താൻ ഗർഭിണിയാണെന്നുള്ള ആ സത്യം വിക്രത്തിൽ നിന്നും മറച്ചു പിടിക്കുന്നത് കാണാം. അങ്ങനെ കണ്ണുകളോടെ വിക്രവും വേദയും രണ്ട് ധ്രുവങ്ങളിലാവുന്ന കാഴ്ച കാണിച്ചുകൊണ്ടാണ് പവിത്രം സീരിയലിന് 1-ാം അധ്യായത്തിന് കർട്ടൻ വീഴുന്നത് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.